Hi everyone, this is GB Sebastian and welcome to GB's classes. ഇത് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ മഹാഭാരതം എന്ന ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ലെസനാണ് നോക്കുന്നത്. ബാൽ മഹാഭാരത് കഥ എന്ന ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ലെസൻ്റെ പേര് അംബ ഓർ ഭീഷ്മ. അപ്പോൾ ആ കഥ എന്താണെന്ന് നോക്കാം. सत्यवती के पुत्र चित्रांगद बड़े ही वीर परंतु സ്വേച്ഛാചാരി थे. സത്യവതിൻ്റെ പുത്രനായ ചിത്രാംഗതൻ വീരനും പക്ഷേ സ്വേച്ഛാചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം യുക്തിക്ക് ചേരുന്നത് മാത്രം, അതായത് സ്വന്തം ഇഷ്ടം മാത്രം ചെയ്യുന്ന ആൾ, സ്വന്തം ഇഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. एक बार किसी गंधर्व के साथ युद्ध हुआ. ഏതൊരു ഗന്ധർവൻ്റെ എതിരെ യുദ്ധം നടന്നു, യുദ്ധം ഉണ്ടായി അയാളുടെ. ഉസ്മേ വോ മാരേഗേ, അപ്പോൾ അതിൽ ഇയാൾ മരിച്ചുപോയി, ചിത്രാംഗത്. ഉൻകെ കോയി പുത്ര നാഥ, ഒരു മക്കളാരും ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ ഉൻകെ ചോട്ടെ ഭായി വിചിത്രവീര്യ ഹസ്തിനാപൂർ की രാജ്ഗദ്ദി पर बैठे. അപ്പോൾ മക്കളാരും ഇല്ലാത്തതുകൊണ്ട് അയാളുടെ സഹോദരനായ ചിത്രവീര്യൻ ഹസ്തിനാപൂരിൻ്റെ രാജാവായി. രാജ്ഗദ്ദി पर बैठे എന്ന് പറഞ്ഞാൽ രാജസിംഹാസനത്തിൽ ഇരുന്നു, അതായത് രാജാവായി എന്നർത്ഥം. വിചിത്രവീര്യക്ക് ആയു ഉസ് സമയം ബഹുത് ചോട്ടി തീ. വിചിത്രവീര്യൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ വയസ്സ് ഒരുപാട് കുറവായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. ഇസ് കാരൻ उसके बालिक होने तक, ബാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാവുന്നവരെ, അതായത് പ്രായപൂർത്തിയാവുന്നത് വരെ, രാജ്കാജ് ഭീഷ്മക്കോ ഹി സമ്പാലനപ്പെട. അപ്പോൾ രാജ്യഭരണമൊക്കെ ഈ ഭീഷ്മൻ തന്നെയാണ് നോക്കിയിരുന്നത്. പക്ഷേ രാജാവ് ആ വിചിത്രവീര്യനായിരുന്നു, പക്ഷെ ചെറിയ കുട്ടിയായിരുന്നു. അതിപ്പോൾ ചെറിയ കുട്ടിക്ക് പകരമായിട്ട് ഭീഷ്മൻ രാജാവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. ജബ് വിചിത്രവീര്യ വിവാഹക്ക് യോഗ്യമായി, അപ്പോൾ വിചിത്രവീര്യൻ വലുതായി, വിവാഹം കഴിക്കാനുള്ള പ്രായമായി. തോ ഭീഷ്മക്കോ ഉൻക്ക് വിവാഹക്ക് ചിന്ത പോയി. അപ്പോൾ ഭീഷ്മന് ഈ വിചിത്രവീര്യനെ വിവാഹം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ടെൻഷൻ. ഉന്നെ ഖബർ ലഗി कि काशी राज की कन्याओं का स्वयंवर होने वाला है. അപ്പോൾ ഈ ഭീഷ്മന് ഖബർ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്ത കിട്ടി, അതായത് ന്യൂസ് കിട്ടി. കാശി രാജ് കി കന്യാവോങ്ക സ്വയംവർ ഹോനെവാലായ. കാശിയിലെ രാജാവായ കാശിരാജൻ്റെ മക്കളുടെ അതായത് പെൺമക്കളുടെ സ്വയംവരം നടക്കണം, സ്വയംവരം വരാൻ പോവാണ്. യേ ജാൻകർ ഭീഷ്മ ബഡേ ഖുശ് ഹുയേ. അപ്പോൾ ഇത് കേട്ടിട്ട് ഭീഷ്മന് ഭയങ്കര സന്തോഷമായി. अब और स्वयंवर में सम्मिलित होने के लिए काशी रवाना हो गया. അപ്പോൾ ആ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട്, അതായത് വിചിത്രവീര്യന് ഭാര്യയെ കണ്ടുപിടിക്കാനായിട്ട്, ആ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് കാശിയിലോട്ട് പോയി. പ്രതിജ്ഞ കാ ഹാൽ സബ് ജാനത്തെ थे. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശ് വിദേശ് കെ അനേക രാജ്കുമാർ, ദേശത്തു നിന്നും വിദേശത്തു നിന്നും അനേക രാജകുമാരന്മാർ ഉസ് സ്വയംവർ മേ ഭാഗ് ലേനെ ലിയെ ആയേ थे. അപ്പോൾ ആ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. സ്വയംവരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവിൻ്റെ പുത്രി, അതായത് മക്കൾ, 3 മകളുണ്ട് ഈ രാജാവിന്, കാശിരാജന്. അപ്പോൾ ഇവരുടെയാണ് സ്വയംവരം നടക്കുന്നത്. അപ്പോൾ എല്ലാവിടെ നിന്നും രാജകുമാരന്മാർ വരും. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രാജകുമാരന്മാരെ ഈ രാജകുമാരിമാർക്ക് തിരഞ്ഞെടുക്കാം, അതാണ് സ്വയംവരം. അപ്പോൾ ദേശ് വിദേശ് എല്ലാവിടെ നിന്നും രാജകുമാരന്മാർ വന്നിട്ടുണ്ടായിരുന്നു. രാജപുത്രിയോക്കോ പാനെ കെ ലിയെ ആപ്പസ് മേ ബഡി സ്പർധാ थी. അപ്പോൾ രാജകുമാരിമാരെ കല്യാണം കഴിക്കാനായിട്ട് ഈ രാജകുമാരന്മാർക്കിടയിൽ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. ക്ഷത്രിയോ മേ ഭീഷ്മ की പ്രതിഷ്ഠ അദ്വിതീയ थी. അപ്പോൾ ക്ഷത്രിയന്മാരുടെ ഇടയിൽ ഈ ഭീഷ്മൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ നേരത്തെ,
കല്യാണം കഴിക്കില്ല എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു. ഉनकी മഹാൻ ത്യാഗ് और ഭീഷൺ പ്രതിജ്ഞ കാ ഹാൽ സബ് ജാനത്തെ थे. അപ്പോൾ ഈ ഭീഷ്മൻ്റെ മഹാനായ ഈ ആ ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഇയാളുടെ വലിയ ഭീഷ്മൻ്റെ പ്രതിജ്ഞേൻ്റെയൊക്കെ കുറിച്ചെല്ലാം എല്ലാവർക്കും അറിയായിരുന്നു. इसलिए जब वह प्रतिज्ञा जब वह स्वयंवर मंडप में प्रविष्ट हुए, അപ്പോൾ ഭീഷ്മൻ സ്വയംവര മണ്ഡപത്തിലെത്തിയപ്പോൾ तो राजकुमारों ने सोचा कि वो सिर्फ स्वयंवर देखने के लिए आए होंगे. അപ്പോൾ സ്വയംവര മണ്ഡപത്തിലെത്തിയപ്പോൾ ഭീഷ്മൻ അവിടെ എത്തിയപ്പോൾ മറ്റുള്ള രാജകുമാരന്മാർ വിചാരിച്ചു ഈ ഭീഷ്മൻ ഈ സ്വയംവരം കാണാൻ വേണ്ടി മാത്രമായിരിക്കും വന്നിട്ടുണ്ടാവുക. परंतु जब स्वयंवर में सम्मिलित होने वालों में भीष्म ने भी अपना नाम दिया. അപ്പോൾ ഭീഷ്മനും സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് രാജകുമാരന്മാരുടെ കൂടെ ഭീഷ്മനും സ്വന്തം പേര് കൊടുത്തു. तो अन्य राजकुमारों को നിരാശ होने पड़ा. അപ്പോൾ മറ്റുള്ള രാജകുമാരന്മാർക്ക് നിരാശയായി. उनको क्या पता था कि ദൃഢവ്രതമുള്ള ആള് ഭീഷ്മ अपने लिए नहीं, സ്വന്തം സ്വയം കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല വന്നത്. വർണ്ണ പക്ഷേ अपने भाई के लिए स्वयंवर में सम्मिलित हुए हैं. ഭീഷ്മൻ്റെ സഹോദരന് വേണ്ടിയിട്ടാണ്, ദുർഗന് വേണ്ടിയിട്ടാണ് ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. സഭാമേ കൽവലി മച്ച് ഗയി. അപ്പോൾ അവിടെയുള്ള സഭയിൽ മൊത്തം എന്താണ് വർത്താനമായി, ചർച്ചയായി. ചാരോ ഓർ സെ ഭീഷ്മ പർ ഫബ്ദിയാ കസി ജാനെ ലഗി. അപ്പോൾ എല്ലായിടത്തും ഭീഷ്മനെ കളിയാക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. മാനാക്കി അപ്പോൾ പറയാൻ തുടങ്ങി, മാനാക്കി ഭരദ്വംശി ഭീഷ്മ ബഡെ ബുദ്ധിമാൻ ഓർ വിദ്വാൻ ഹെ. എല്ലാവരും വിചാരിക്കുന്നത് ഈ ഭീഷ്മൻ വളരെ ബുദ്ധിമാനും വിദ്വാനുമാണെന്നാണ്. സ്വയംവർ സെ ഇനെ ക്യാ മത്ലബ്, സ്വയംവരത്തിൽ ഇയാൾക്ക് എന്താ കാര്യം? എനിക്ക് പ്रण का क्या हुआ, ഇയാൾ സത്യം ചെയ്തത് അതെന്തായി? जीवन भर ब्रह्मचारी रहने की इन्होंने जो प्रतिज्ञा की थी क्या वो झूठी थी? ജീവിതം മുഴുവൻ ബ്രഹ്മചാരി കല്യാണം കഴിക്കാതെ ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തത് അതെന്താ കളവായിരുന്നോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഈസ് ബാത്തി സബ് രാജ്കുമാരോനെ ഭീഷ്മയ്ക്ക് ഹസി ഉടായി. അപ്പോൾ എല്ലാവരും ഈ ഭീഷ്മനെ കളിയാക്കി തുടങ്ങി. എല്ലാ രാജകുമാരന്മാരും ഭീഷ്മനെ കളിയാക്കി. यहाँ तक काशीराज की कन्याओं ने भी ഭീഷ്മ की तरफ दृष्टि फेर ली. അപ്പോൾ അത് കൂടാണ്ട് കാശിരാജൻ്റെ ഈ കന്യകകൾ, ഈ കാശിരാജൻ്റെ രാജകുമാരികൾ, അവരെയാണ് സ്വയംവരം നടക്കുന്നത്. അപ്പോൾ അവർ പോലും ഭീഷ്മനെ നോക്കി പോലുമില്ല, ഭീഷ്മനിൽ നിന്ന് ദൃഷ്ടി മാറ്റിക്കളഞ്ഞു. ഓർ ഉൻകി അവഹേളന, അവനെ ഭീഷ്മനെ അവഹേളിച്ചുകൊണ്ട് ആകെ ചൽകി. അവഹേളന സീ കർക്ക് ആഗേക്ക് ഓർ ചൽതി. അപ്പോൾ അവർ ഭീഷ്മൻ്റെ മുമ്പിൽ കൂടെ ഭീഷ്മനെ കാണാത്ത പോലെ മുമ്പിലോട്ട് നടന്നുപോയി. അപ്പോൾ ഭീഷ്മ ഈസ് അവഹേളന को सह न सके. അപ്പോൾ ഈ അവഹേളനയിൽ ഭീഷ്മന് സഹിക്കാൻ പറ്റിയില്ല. ഉन्होंने सभी राजकुमारों को हराकर, എല്ലാ രാജകുമാരന്മാരെയും തോൽപ്പിച്ച് അവരിൽ ജയിക്കുന്നവരാണ് ഈ രാജകുമാരിമാരെ സ്വയംവരം ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും തോൽപ്പിച്ചു. सभी राजकुमारों को हराकर तीनों राजकन्याओं को ബൽപൂർവക്, ബലം പ്രയോഗിച്ച് 3 രാജകുമാരിമാരെയും രഥ് में बैठा दिया और ഹസ്തിനാപൂർ को चल दिए. അപ്പോൾ രഥത്തിൽ ഇരുത്തി ഹസ്തിനാപുരിലോട്ട് പോയി, അതായത് സ്വന്തം രാജ്യത്തോട്ട് വന്നു. ശോഭദേശ് का राजा शाल्व बड़ा वीर था. അപ്പോൾ ശോഭദേശ് ഒരു രാജ്യത്തിൻ്റെ പേരാണ്. അവിടുത്തെ രാജാവ് ശാൽവ് എന്ന രാജാവ് ബഡാ വീർ ഥ, ഭയങ്കര വീരനായിരുന്നു.
കറണ്ട് പോയി. शोभदेश का राजा शाल्व बड़ा वीर था. काशीराज की सबसे बड़ी कन्या अम्बा उस पर അനുരക്ത് थी. അപ്പോൾ കാശിരാജാവിൻ്റെ ഏറ്റവും മൂത്ത മകൾ, 3 മക്കളാണല്ലോ, അതിലേറ്റവും മൂത്ത മകൾ അംബ എന്നായിരുന്നു പേര്. ആ അംബ ഈ ശാൽവ് എന്ന് പറഞ്ഞ ശോഭദേശിലെ രാജകുമാരനെ ആയിട്ട് ഇഷ്ടത്തിലായിരുന്നു. और उसको मन ही मन अपना पति मान चुकी थी. അയാളെ ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. शाल्वने भीष्म के रथ का पीछा किया. അപ്പോൾ ശാൽവ് അയാൾ ആ രാജകുമാരൻ ഭീഷ്മൻ്റെ രഥത്തിൻ്റെ പുറകെ വന്നു. और उसको रोकने का प्रयत्न किया. നിർത്താനായിട്ട് പറഞ്ഞു. പക്ഷേ രഥം നിർത്തിയില്ല. इस पर भीष्म और शाल्व के बीच घोर युद्ध छिड़ गया. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര യുദ്ധമായി. ഭീഷ്മനെ ഉसे हरा दिया. ഭീഷ്മൻ ആ ശാൽവിനെ തോൽപ്പിച്ചു. किंतु काशी राजा की कन्याओं की प्रार्थना पर उसे जीवित ही छोड़ दिया. പക്ഷെ കൊന്നില്ല. ഈ രാജകുമാരിമാരുടെ പ്രാർത്ഥന അവർ അപേക്ഷിച്ചുകൊണ്ട് അവനെ ജീവനോടെ വിട്ടു. ഭീഷ്മ കാശിരാജ് की कन्याओं को लेकर हस्तिनापुर पहुँचे. സ്വന്തം രാജ്യത്തിൽ എത്തി, ഹസ്തിനാപുരിലെത്തി. विचित्र वीर्य के विवाह की सारी तैयारी हो जाने के बाद जब कन्याओं को विवाह मंडप में ले जाने की समय आया. അപ്പോൾ വിചിത്ര വീര്യൻ്റെ കല്യാണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 3 പേരെയും വിവാഹത്തിൻ്റെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായി. तो काशीराज की बड़ी बेटीൻ്റെ പേരാണ് അംബ. നേരത്തെ പറഞ്ഞു. അംബ ഏകാന്ത് में ഭീഷ്മ से बोला. അപ്പോൾ ഒറ്റയ്ക്ക് വന്നിട്ട് അംബ ഭീഷ്മനോട് പറഞ്ഞു, ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗയുടെ പുത്രനാണോ ഈ ഭീഷ്മൻ? ഗംഗയുടെ മകനാണ്. मैंने अपने मन से शोभदेश के राजा शाल्व को अपना पति मान लिया था. ഞാൻ മനസ്സുകൊണ്ട് ശോഭദേശിലെ രാജാവായ ശാൽവിനെ എൻ്റെ ഭർത്താവായി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. इसी बीच आप मुझे ബൽപൂർവക് യഹാ ലേ ആയെ. ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ എന്നെ ഇവിടെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നത്. മേരെ മൻ കി ബാത് ജാനനെ കെ ബാദ് ആപ് മേരെ ബാരെ മേ അബ് ജോ ഉചിത് സംജെ കരെ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണോ ഉചിതമെന്ന് തോന്നുന്നത് അത് ചെയ്യും. ഭീഷ്മക്കോ അംബാക്കി ബാത് ജച്ചി. അപ്പോൾ ഭീഷ്മന് തോന്നി അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന്. उन्होंने अम्बा को उसकी इच्छानुसार उचित प्रबंध के साथ शाल्व के पास भेज दिया. അപ്പോൾ തയ്യാറെടുപ്പുകളോടെ ശാൽവൻ്റെ അടുത്തോട്ട് തന്നെ ഈ അംബേനെ പറഞ്ഞു വിട്ടു. और अम्बा की दोनों बहनों अंबिका और अंबालिका का विचित्रवीर्य के साथ विवाह करा दिया. അപ്പോൾ ഈ അംബയുടെ താഴെയുള്ള 2 സഹോദരിമാരുണ്ട്. അവരെ അംബിക और अंबालिका, അംബാലികയും വിചിത്രവീര്യൻ്റെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അംബ अपने मनोनीत वर ശോഭരാജ്യത്തിൻ്റെ രാജാവായ ശാൽവ് കെ പാസ് ഗേ. അവൻ ശാൽവിൻ്റെ അടുത്ത് പോയി. और सारा वृत्तांत कह सुनाया. എല്ലാ കാര്യങ്ങളും പറഞ്ഞു ശാൽവിനെ ധരിപ്പിച്ചു. उसने कहा അതായത് അംബ പറഞ്ഞു, രാജാവേ, मैं आपको ही अपना पति मान चुकी हूँ. നിങ്ങളെയാണ് ഞാൻ എൻ്റെ ഭർത്താവായിട്ട് കണ്ടിരിക്കുന്നത്. मैंने अनुरोध से भीष्म ने मुझे आपके पास भेजा है. ഞാൻ അപേക്ഷിച്ചപ്പോഴാണ് ഭീഷ്മൻ എന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വിട്ടത്.
आप मुझे अपनी പത്നി സ്വീകാർ कर ले, നിങ്ങൾ എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. पर शाल्व ना माना, शाल्व സമ്മതിച്ചില്ല. उसने अम्बा से कहा, अम्बയോട് പറഞ്ഞു, सारे राजकुमारों के सामने ഭീഷ്മ ने मुझे युद्ध में पराजित किया. എല്ലാ രാജകുമാരന്മാരുടെ മുമ്പിലാണ് ഭീഷ്മൻ എന്നെ പരാജയപ്പെടുത്തിയത്. तुम्हें बलपूर्वक हरण करके ले गए, നിന്നെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുക ചെയ്തത്. इतने बड़े अपमान के बाद मैं तुम्हें कैसे स्वीकार कर सकता हूँ. ഇത്ര വലിയ അപമാനമാണ് എനിക്കുണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ നിന്നെ സ്വീകരിക്കും. तुम्हारे लिए अब उचित यही है कि तुम भीष्म के पास जाओ और उनकी सलाह के मुताबिक ही काम करो. അപ്പോൾ നിനക്ക് ഉചിതമായത് എന്താന്ന് പറഞ്ഞാൽ നീ ഭീഷ്മൻ്റെ അടുത്ത് തന്നെ പോ, ഭീഷ്മൻ എന്താണോ പറയുന്നത് അത് ചെയ്യേ. ബേചാരി അംബ ഹസ്തിനാപൂർ ലൗട്ടായി, ഹസ്തിനാപൂരിൽ എന്നെ തിരിച്ചു വന്നു. ഓർ ഭീഷ്മക്കോ സാരാ ഹാൽ കേ സുനായ, എല്ലാ കാര്യങ്ങളും ഭീഷ്മനോട് പറഞ്ഞു, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. ഉനോനെ വിചിത്ര വീര്യസെ കഹ, അപ്പോൾ അംബ പറഞ്ഞു, അമ്പയല്ല വിചിത്രവീരനോട് ഭീഷ്മൻ പറഞ്ഞു, വത്സ രാജ ശാൽവ് അംബാക്കോ സ്വീകാർ नहीं करता, ശാൽവ് അംബേനെ സ്വീകരിച്ചില്ല. इससे विदित होता है कि उसकी इच्छा अम्बा को पत्नी बनाने की नहीं थी. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ശാൽവിന് ഈ അമ്പയെ എന്താണ് ഭാര്യയായി സ്വീകരിക്കാൻ ഇഷ്ടം താല്പര്യം ഇല്ല എന്നാണ്. अब उसके साथ तुम्हारा ब्याह करने में कोई आपत्ति नहीं रही है. അപ്പോൾ ഇപ്പോൾ ഇനി നിൻ്റെയും ഈ അമ്പയുടെയും കല്യാണം, നിനക്ക് എന്നെ അമ്പയെ കല്യാണം കഴിച്ച് തരുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷേ വിചിത്രവീര് അംബാക്കെ സാത്ത് ബ്യാഹ് കർണേക്കോ രാജി നാ ഹുയെ. അപ്പോൾ വിചിത്രവീരൻ പക്ഷേ അമ്പയെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. ബേചാരി അമ്പ നാ ഇതർക്കി രഹി നാ ഉദർക്കി, അവൾ ഇവിടത്തെയില്ല അവിടത്തെയില്ല എന്ന സ്ഥിതിയിലായി. കോയി ഓർ രാസ്ത ന ദേഖ് വോ ഭീഷ്മ സെ ബോലി. വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് ഭീഷ്മനോട് പറഞ്ഞു അമ്പ, ഗംഗയുടെ മകൻ, മേ തു ദോനോ ഓർ സെ ഹി ഗൈ, രണ്ട് സൈഡിലും എന്നെ, ഇവിടെയും വിചിത്ര വീരനും വേണ്ട, അവിടെ അയാൾക്കും വേണ്ട. അപ്പോൾ ഞാൻ എന്നെ ആർക്കും വേണ്ടാതായിപ്പോയി. മേരാ കോയി ഭി സഹാര നാരാ, ആരും എനിക്ക് സഹായമില്ല. ആപ് ഹി മുझे ഹർ ലായേ ഥേ, മറ്റുള്ളവരെല്ലാം തോൽപ്പിച്ച് നിങ്ങളാണ് എന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അബ് ആപ്ക യേ കർത്തവ്യ ഹൈ, നിങ്ങളുടെ കർത്തവ്യമാണ് കി ആപ് മേരെ സാത്ത് വ്യാഹ് കരെ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുക. അതും ആരോടാണ് പറയുന്നത്? ഈ ഭീഷ്മനോട്. ഭീഷ്മ ने उसकी बात ध्यान से सुनी, വളരെ ശ്രദ്ധയോടെ ആ വാക്കുകളെല്ലാം ശ്രദ്ധിച്ചു, അമ്പ പറയുന്നതെല്ലാം കേട്ടു. ഓർ അപ്പനി പ്രതിജ്ഞയ്ക്ക് യാദ് ദിലാക്കർ പോലെ, അതിൻ്റെ പ്രതിജ്ഞയുടെ എന്താണ് അതിനെ ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പനി പ്രതിജ്ഞാത്തോ മേ നഹി തോട് സക്ത, ഞാൻ എൻ്റെ പ്രതിജ്ഞ ഒരിക്കലും തെറ്റിക്കില്ല. ഉനോനെ അംബാക്കി പരിസ്ഥിതി समझकर വിചിത്ര വീര്യസെ ദോബാര ആഗ്രഹിക്കുക. അമ്പയുടെ സ്ഥിതി കണ്ടിട്ട് രണ്ടാമതും വിചിത്ര വീര്യനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. പർ വാനാമാന, വിചിത്ര വീര്യൻ സമ്മതിച്ചില്ല കല്യാണം കഴിക്കാൻ. ഭീഷ്മനെ അംബാക്കോ ഫിർ സംജായ, വീണ്ടും എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി. ഓർ കഹ കി ശോഭരാജ് ശാൽവ് കെ ഹി പാസ് ജാവോ, ശോഭരാജ് ശാൽവ് അയാളുടെ അടുത്ത് തന്നെ പോ. ഓർ ഏക് ബാർ ഫിർ പ്രാർത്ഥന കരോ, ഒരു പ്രാവശ്യം കൂടി അയാളെ കണ്ട് കാര്യം പറയൂ. ലാച്ചാർ അമ്പ, പാവം അമ്പ, ഫിർ ശാൽവ് കെ പാസ് ഗയി, വീണ്ടും ശാൽവിൻ്റെ അടുത്ത് പോയി. ഓർ ഉസ്കി ബഹുത് മിന്നത്തേം കി, ഒരുപാട് അപേക്ഷിച്ചു. ലേക്കിൻ दूसरे की जीती हुई कन्या को स्वीकार करने से शोभराज ने साफ इनकार कर दिया. വേറൊരാൾ ജയിച്ച
സ്ത്രീയെ കല്യാണം കഴിക്കാൻ. അത് ഭീഷ്മൻ ജയിച്ച് കൊണ്ടുപോയതാണ്, തോൽപ്പിച്ചിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയെ ശോഭരാജ് കല്യാണം കഴിക്കില്ല എന്ന് തീർത്തും പറഞ്ഞു. അംബ ഇസ് പ്രകാർ 6 साल तक ഹസ്തിനാപൂർ ഓർ ശോഭരാജ് കെ ബീച്ച് ടോക്കറിങ് ഖാത്തി രഹി. അപ്പോൾ 6 വർഷത്തോളം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അവരെ കണ്ട് ഇവരെ കണ്ട് അങ്ങനെ നടന്നു. അപ്പോൾ ഉസ്നെ അപ്പനെ ഇസ് സാരെ ദുഃഖ കാരൺ ഭീഷ്മ കോ ഹി സംജ. അപ്പോൾ ഈ അമ്പയുടെ മനസ്സിൽ ഭീഷ്മനാണ് ഇതിനെല്ലാത്തിനും കാരണം. ഉൻ പർ ഉസെ ബഹുത് ക്രോധായ, ഒരുപാട് ദേഷ്യം വന്നു ഭീഷ്മൻ്റെ മേലിൽ. ഓർ പ്രതിഹിംസ കി ആഗ് ഉൻകെ മൻമേ ജൽനെ ലഗി. അപ്പോൾ പ്രതിഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് എന്താണ് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ അഗ്നി ഈ അമ്പയുടെ മനസ്സിൽ കത്താൻ തുടങ്ങി, ദേഷ്യം കൊണ്ട് എന്തെങ്കിലും തിരിച്ച് ചെയ്യണം എന്നുള്ള. ഭീഷ്മൻസെ ബദല ലെന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മനെ എന്തെങ്കിലും ചെയ്യാം, അത് തിരിച്ച് എന്തെങ്കിലും ചെയ്യാം. ബദല ലേനേക്ക് ഇച്ഛാസെ വ കൈ രാജാവോ കെ പാസ് ഗയി. അപ്പോൾ ഭീഷ്മനെ തിരിച്ചാക്രമിക്കാൻ വേണ്ടിയിട്ട് പല രാജാക്കന്മാരുടെ അടുത്തും ഈ അമ്പ പോയി. ഓർ ഉൻകോ അപ്ന ദുഃഖട സുനായ, ഈ ദുഃഖ കഥ പറഞ്ഞു. എല്ലാ രാജാവുമാർക്കും പോയി അവരെ കണ്ടു, പറഞ്ഞു. ഭീഷ്മസെ യുദ്ധ കർക്കെ ഉൻക വധ് കർണേക്ക് ഉസ്നെ രാജാവുക്ക് പ്രാർത്ഥനാക്കി. അപ്പോൾ ഭീഷ്മനായിട്ട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ ഭീഷ്മനെ കൊല്ലാൻ, വധിക്കാൻ, അതായിരുന്നു ഇവരുടെ ആഗ്രഹം. അമ്പ അതാണ് മറ്റുള്ള രാജാവിനോട് അപേക്ഷിച്ചത്. പർ രാജാ ലോക് തോ ഭീഷ്മയ്ക്ക് നാം സെ ഹി ഡർത്തെ തെ. ഭീഷ്മൻ്റെ പേര് കേട്ടാൽ തന്നെ മറ്റുള്ള രാജാക്കന്മാർക്ക് പേടിയായിരുന്നു. കിസിമേ ഇത്തന സാഹസ് നാഥ, ആരിൽ ഇത്ര സാഹസി ആരും ആയിരുന്നില്ല, ഇത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല ആർക്കും. ഭീഷ്മസെ യുദ്ധം ചെയ്യാനായിട്ട്, ഭീഷ്മനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. ക്ഷത്രിയോസെ റാഹത്ത് न था कि भीष्म से युद्ध का साहस न था कि ക്ഷത്രിയോ സെ ഏകദം നിരാശ ഹോക്കർ. ഈ ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർ, അവരിൽ നിന്ന് നിരാശരായിട്ട് അംബാനെ തപസ്വി ബ്രാഹ്മണോ കി ശരൺലി, ബ്രാഹ്മണന്മാരെ തപസ് ചെയ്യുന്ന ബ്രാഹ്മണന്മാരുടെ അടുത്ത് പോയി. തപസ്വിനെ കഹ, തപസ്വിമാർ പറഞ്ഞു, ബേട്ടി തും പരശുരാം കെ പാസ് ജാओ. അപ്പോൾ നീ പരശുരാമൻ്റെ അടുത്ത് പോ. അപ്പോൾ വേ തുമാരി ഇച്ഛ അവശ്യ പൂര കരേങ്കെ. പരശുരാമൻ നിൻ്റെ ആഗ്രഹം നടത്തിത്തരും. തബ് ഋഷിയോ കി സലാഹ് പർ അംബ പരശുരാം കെ പാസ് ഗए. അപ്പോൾ അംബ പരശുരാമൻ്റെ അടുത്ത് പോയി. അംബാനെ अम्बा की करुण कहानी सुनकर परशुराम का ഹൃദയ പികൽ ഗയ. അപ്പോൾ ഈ അമ്പയുടെ കഥ കേട്ടിട്ട് പരശുരാമൻ്റെ ഹൃദയം അലിഞ്ഞു. ഉനോനെ ദയാർത്ഥ സ്വർമേ കഹ. അപ്പോൾ ചോദിച്ചു, കാശിരാജൻ്റെ മകളെ തും മുझसे क्या चाहती हो, ഞാനെന്താണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്? അംബാനെ കഹ, ബ്രാഹ്മണവീര മേരി പ്രാർത്ഥന കേവൽ യഹി ഹൈ. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ആപ് ഭീഷ്മസെ യുദ്ധ കറോ, ഭീഷ്മനോട് യുദ്ധം ചെയ്യണം. മേ ആപ്സെ ഭീഷ്മ കി വധ് കി ഭീഖ് മാങ്തി ഹൂം. അതായത് ഭീഷ്മനെ വധിക്കാനാണ് എൻ്റെ അങ്ങേയുള്ള യാചന. അപ്പോൾ പരശുരാം കോ അംബാക്കി പ്രാർത്ഥന പസന്തായി. അംബയുടെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടു. പ്രാർത്ഥന എന്ന യാചന. ബഡേ ഉത്സാഹ കെ സാത്ത് വ ഭീഷ്മ കെ പാസ് ഗए. ഭയങ്കര ഉത്സാഹത്തോടെ ഭീഷ്മൻ്റെ അടുത്ത് പോയി. ഉന്നെ യുദ്ധ കെ ലിയെ ലൽക്കാര എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വിളിച്ചു. ദോനോ കുശൽ യോദ്ധാതെ, രണ്ടുപേരും നല്ല യോദ്ധാക്കളായിരുന്നു. ഓർ ധനുഷ് വിദ്യ കെ ജാൻകാർ ഭി थे. ധനുഷ് വിദ്യയൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരുന്നു രണ്ടുപേരും. ദോനോ ഹി ജിതേന്ദ്രിയ ഓർ ബ്രഹ്മചാരി थे. രണ്ടുപേരും ബ്രഹ്മചാരികളും, രണ്ടുപേരും അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവരുമായിരുന്നു. സമാൻ യോദ്ധാവോ കി ടക്കർ ഥി. ഒരേപോലെയുള്ള ഈക്വലായിട്ടുള്ള യോദ്ധാക്കളുടെ യുദ്ധമായിരുന്നു. കൈ ദിനോ തക് യുദ്ധ ഹോത്തര,
दिन എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇങ്ങനെ യുദ്ധം നടന്നു. ഫിർ ഭി ഹാർ ജീത് കാ നിശ്ചയ് നാ ഹോ സക. ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. അതുമേ പരശുരാമനെ ഹാർ മാലി. അവസാനം പരശുരാമൻ തോൽവി സമ്മതിച്ചു. और उन्होंने अम्बा से कहा, അമ്പയോട് പറഞ്ഞു, जो कुछ मेरे वश में था कर चुका. എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തു. अब तुम्हारे लिए यही उचित है कि तुम भीष्म ही की शरण लो. അപ്പോൾ ഇതിനിക്ക് ഉചിതം എന്ന് പറയുന്നത് നീ ഭീഷ്മൻ്റെ അടുത്ത് തന്നെ പോകുന്നതാണ്, ഭീഷ്മൻ തന്നെ ശരണം പ്രാപിക്കുന്നതാണ്. पर अम्बा ऐसी बातों से कब विचलित होने वाली थी. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും അതിലൊന്നും അമ്പ വീഴുന്ന ആളായിരുന്നില്ല. അമ്പയ്ക്ക് എന്തായാലും അതായത് ഭീഷ്മനെ വധിക്കണമെന്ന് തന്നെയായിരുന്നു. ഉസ്നെ വൻ മേ ജാക്കർ ഫിർ തപസ്യ ശുരുക്കി. വനത്തിൽ ഇപ്പം പോയി തപസ് ചെയ്യാൻ തുടങ്ങി. और തപോബൽ സെ സ്ത്രീ രൂപ് ചോഡ്കർ പുരുഷ ബൻ ഗയി. അപ്പോൾ അങ്ങനെ തപസ് ചെയ്ത് എന്ത് ചെയ്യും, സ്ത്രീ രൂപം വിട്ട് പുരുഷനായി മാറി. ഉസ്നെ അപ്ന നാം ശിഖണ്ഡി രഖ് ലിയ. അപ്പോൾ സ്വന്തം പേര് ശിഖണ്ഡി എന്നും വെച്ചു. जब कौरवों और पांडवों के बीच कुरुक्षेत्र मैदान में युद्ध हुआ. കുരുക്ഷേത്ര മൈതാനത്തിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ तो भीष्म के विरुद्ध लड़ते समय ശിഖണ്ഡി രഥ് കെ ആകെ बैठा था. അപ്പോൾ രഥത്തിൻ്റെ ഇപ്പോൾ ഭീഷ്മനുമായിട്ട് എതിരായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് ശിഖണ്ഡി രഥത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലിരുന്നു. ഓർ അർജുൻ ठीक पीछे. അർജുൻ ഈ ശിഖണ്ഡിയുടെ പുറകിലിരുന്നു. ജ്ഞാനി ഭീഷ്മക്കോ ये बात मालूम थी कि अम्बा ही ശിഖണ്ഡി का रूप धारण किए हुए है. അപ്പോൾ ഈ ഭീഷ്മൻ അറിയായിരുന്നു അമ്പ തന്നെയാണ് ഈ ശിഖണ്ഡിയായിട്ട് വന്ന് രഥത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. इसलिए उन्होंने उस पर बाण चलाना अपनी विरोचित प्रतिष्ठा के विरुद्ध समझा. അപ്പോൾ അതുകൊണ്ട് അമ്പയായതുകൊണ്ട് അമ്പയെ അമ്പ ചെയ്യാൻ ഈ ഭീഷ്മൻ തയ്യാറായില്ല. അത് ഈ വീരനായ ഭീഷ്മൻ്റെ പ്രതിഷ്ഠയ്ക്ക് കോട്ടം തട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. शिखंडी को आगे करते अर्जुन ने भीष्म पितामह पर हमला किया. അപ്പോൾ ഭീഷ്മ പിതാമഹനെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അർജുനൻ യുദ്ധം ചെയ്തു. അന്തമേ ഉൻ पर വിജയ് പ്രാപ്ത് की. അപ്പോൾ ഭീഷ്മനെ കൊന്നു. ഭീഷ്മൻ്റെ മേലിൽ അർജുനൻ വിജയം കൈവരിച്ചു ശിഖണ്ഡിയെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട്. जब भीष्म आहत होकर മരിച്ച് പൃഥ്വി पर गिरे, ഭൂമിയിൽ വീണപ്പോൾ തബ് ജാക്കർ അംബാക്കെ ക്രോധ് ശാന്ത് ഹുവ. അപ്പോൾ അപ്പോഴാണ് ഈ അമ്പയുടെ ഈ ക്രോധം, അതായത് ദേഷ്യം ഒന്ന് ശാന്തമായത്. അപ്പോൾ അതായിരുന്നു ഈ കഥ, അംബ ഓർ ഭീഷ്മ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.